നമ്മൾ 700 കടന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത ഗെയിമിലേക്ക് പോകാം. നമുക്ക് വീണ്ടും വൈറ്റ് പീസാണ് കിട്ടിയിരിക്കുന്നത്. E4 തന്നെ നടക്കാം. നമുക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്ട് ഈ പീസിനെ അറ്റാക്ക് ചെയ്യാം, അല്ലേ? പോണിനെ അറ്റാക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്ന പോണിനെ എടുക്കാമെന്നാണ്. പോണിനെടുത്തുകൊണ്ട് ബീറ്റ് സൈഡ് ഒന്നും കൂടെ അറ്റാക്ക് ചെയ്യാം. നല്ലൊരു മൂവാണ്. 18-1 ആണ്. ചെക്ക് മേറ്റ്. നല്ല മൂവുണ്ട്. നമുക്ക് ഇതിനെ ഓക്കെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ പോൺ പോകും. മോശം മൂവാണ്. ഒരു നൈറ്റ് അവിടെ ഉണ്ടോയെന്നുണ്ട്, കണ്ടിട്ടില്ല. നമുക്കങ്ങനെ ഒരു ഫുൾ ക്യൂനല്ല, അതൊരു ഫാസ്റ്റ് വിന്നില്ല. നമ്മളടുത്ത ഗെയിമിലേക്ക് പോവാം. ഒന്നോ രണ്ടോ മൂന്നോ ഗെയിമിന് നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. മുകളിലോട്ട് പോയിട്ടുണ്ടായി. നമുക്ക് ബിഗിനേഴ്സിൻ്റെ ഒക്കെ എടുത്താണെങ്കിൽ അങ്ങനെ കളിക്കാൻ പറ്റും. ഓപ്പണന്റ് ഫ്രം ഇന്ത്യ. നീ വന്നിരിക്കുകയോ പുള്ളിയെ വോട്ട് ചെയ്യണോ? നമുക്ക് E4 E5 തന്നെ കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ഓപ്പണിംഗ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ബ്ലാക്ക് സൈഡിൽ നിന്ന് തന്നെ ബ്ലാക്കും വൈറ്റും നമുക്ക് E4 E5 ഇത് തന്നെ ഒരു ബെസ്റ്റ് ഓപ്പണിംഗ്. നമുക്ക് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. നമുക്ക് സെൻറ്റർ അറ്റാക്ക് ചെയ്തുകൊണ്ട് വിഷുവിൻ്റെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ക്യൂവിനെ അറ്റാക്ക് ചെയ്യാം. ക്യൂവിനെ എടുക്കാൻ പറ്റില്ല, നൈറ്റ് കണ്ട് സപ്പോർട്ട്. ക്യൂവിന് കുളത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫോർക്കാണ്. തിരിച്ച് ബാക്കിലോട്ട് പോകണം ആവശ്യമാണ്. വേണമെങ്കിൽ ഫോണിനെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുഷ് ചെയ്യാം. ഒന്ന് പുഷ് ചെയ്യാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ പീസ് എന്തെങ്കിലും ഹാങ് ചെയ്യുന്നുണ്ടോ. നമുക്ക് ഒരു ട്രിക്ക് പ്രയോഗിച്ച് നോക്കാം, വർക്കാവുമെന്ന് അറിയത്തില്ല.
അല്ല, അത് വർക്കാകത്തില്ല, കാരണം ക്യൂവിനെടുക്കും ബിഷപ്പിന്. ഫീസിനെ ഫോർക്ക് ചെയ്യാം, പിൻ ചെയ്യാം. ഓപ്പോണൻ്റ് തിങ്ക് ചെയ്യുക, ആക്ച്വലി ഓപ്പോണൻ്റ് തന്നെ വേണം പീസെല്ലാം ട്രേഡ് ചെയ്താൽ. അതുകൊണ്ട് ബെസ്റ്റ് എന്ന് പറയുന്ന ബിഷപ്പിന് ഇങ്ങോട്ട് തുടങ്ങി. നമുക്ക് അടുത്ത കളിയിലേക്ക് പോവാം. നമുക്ക് ബ്ലാക്കാണ് കിട്ടിയിരിക്കുന്നത്. നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കാം. എടുക്കാം. ബിഷപ്പിനോട് ആയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് നൈറ്റിനെ ഒരു അറ്റാക്ക് കൊടുക്കാം. നമുക്ക് ആക്ച്വലി ഇതിനെ എടുക്കണ്ട, എടുത്ത ഡബിൾ പോൺ വരാൻ ഞാൻ വരുന്നതിൻ്റെ അല്ല, ബെസ്റ്റ് എന്ന് പറയാം. ക്യൂവിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് തന്നെ.
ബിഷപ്പിനെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ബിഷപ്പിനെ എടുത്താൽ പിന്നെ ഇത് കളിച്ചാൽ എനിക്ക് തോന്നുന്നു ചെക്ക് മേറ്റ് പെട്ടെന്ന് തന്നെ വീഴും. കാരണം നമ്മുടെ പീസുകളെല്ലാം ഫുൾ സ്വിങ്ങിലാണ്. നമുക്ക് ഒരു പ്രഷർ ചെയ്യാം. പോണ സാക്ക് ഏറ്റവും അടുത്ത ചെക്ക് മേറ്റിന് അതിനകത്ത് നമുക്ക് ഡിസ്കവർ ചെയ്യാം. ചെക്ക് മേറ്റ് നമ്മൾ അടുത്ത എൻഗേജ് ചെയ്യാം. നമ്മൾ ക്യൂവിനെ കൊണ്ട് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പീസ് അറ്റാക്കിലാണോ എന്നാണ് നോക്കുന്നത്. നമ്മുടെ ഇൻസൈഡ് വീക്കാണോ, നമ്മൾ അറ്റാക്കിലാണോ. നമുക്ക് പറയാം E4 E5 കളിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം കളിക്കുക. ഇതിൽ തന്നെ കുറേ വേരിയേഷനും ഗാംബിറ്റുകളെല്ലാം ഉണ്ട്. അത് തന്നെ നമുക്ക് അത്യാവശ്യം സെറ്റ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നൈറ്റിനുള്ള ഹെൽപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഒരു മോശം മൂവാണ്. ഈ നൈറ്റിനുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ ഫോണിനെ പുഷ് ചെയ്യാം. ഫോൺ എടുക്കാം. എടുക്കാം. E2 ആണ് ബെസ്റ്റ്. ബിഷപ്പ് കൊണ്ട് പിൻ ചെയ്യുന്ന ആവശ്യം. പിന്നിങ് ശ്രദ്ധിക്കണം. പിന്നിങ് ശ്രദ്ധിക്കുകയാണ് നമുക്ക്. പിന്നെ അൺപിന്ന് ചെയ്യാം. ക്യൂനും കൂടെ വന്ന ക്യൂവിനോട് നമുക്ക് കിക്ക് ചെയ്തത്. ഇവിടെ ഒരു മാസീവ് ട്രേഡ് ആണ് ക്യൂവിനോടാണ്. ഇതൊരു ട്രിക്കുണ്ട്. ക്യൂവിനോട് നമ്മൾ എന്ത് ചെയ്യും, നെറ്റിനെടുക്കും.
നൈറ്റിനെടുക്കും. ബിഷപ്പ് E7 എടുത്താൽ നമ്മൾ ഈ എടുത്ത നൈറ്റിനെ കൊണ്ട് വെച്ചെടുക്കും. നമുക്കൊരു പീസ് എക്സ്ട്രാ കിട്ടും. എങ്ങനെ എടുത്താലും നമുക്കൊരു പീസ് എക്സ്ട്രാ കിട്ടും. ഓപ്പണിങ്ങിനെ പറ്റി നമുക്കൊരു ഐഡിയ വേണം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഏതാ മൂവി, ആദ്യത്തെ 2 മൂവിലൊക്കെ പെട്ടെന്ന് തുടങ്ങി പിന്നെ എന്നാ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. പൊതുവെ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൈഡിൽ എല്ലാ പീസുകളും ഉണ്ടോ, കിക്ക് ചെയ്യാൻ വല്ലതും ഉണ്ടോ അതുകൊണ്ട് മൂവ് ചെയ്യുക. യുവിനെ ഡെവലപ്പ് ചെയ്യാം, നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. നൈറ്റിന് വേണം ഒരു സപ്പോർട്ട് കൊടുക്കുക. ഗെയിമിലേക്ക് പോവാം. opponent 719. നമുക്ക് E4 E5 തന്നെ കളിക്കാം. കണ്ടോ, എത്ര കളിച്ചിട്ടും മാച്ച് ഏറ്റവും കൂടുതലും കളിച്ചാണ് E4 E5. ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്. നമുക്കിത് എടുക്കുന്ന അത്ര സുഖമായിട്ടുള്ള കാര്യമല്ല. കാരണം ഇവിടെ നൈറ്റ് ബിഷപ്പുള്ളതാണ്. നമുക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ഈ പോൺ പുഷ് ചെയ്യണം, ഈ നൈറ്റിങ്ങോട്ട് വരായിരിക്കും. പിന്നെ ഫ്രൈഡ് ലിവർ അറ്റാക്കാണ് പറഞ്ഞത്. ഈ ഒരു കണ്ടീഷൻ ഫ്രൈഡ് ലിവർ അറ്റാക്കാണ്. ഇതിന് വേറൊരു അക്കൗണ്ട് ഉണ്ട്, ട്രാൻസിസ്റ്റർ കൗണ്ടർ അറ്റാക്ക്. നമുക്ക് ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ക്യാൻസൽ ചെയ്ത് നിർത്തുന്നത്. ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക, പീസ് കിക്ക് ചെയ്തോളാം. രണ്ട് പീസിന് നല്ല വാല്യൂ കൂടുതലാക്കണം. ഒരു റൂക്കും ഇതിനകത്തൊരു ട്രിക്ക് കാണിച്ചു തരാം. അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇതിനാണ് നമ്മൾ എന്താ പറയുക, സെൻട്രൽ ഫോർട്ടിലാണ്. നൈറ്റിനെടുത്താൽ നമ്മൾ ഈ ഫോൺ കൊണ്ട് ഡബിൾ 4K. ഓ മാൻ, എനിക്ക് തോന്നുന്നു നൈറ്റ് എടുക്കണം. നൈറ്റ് കൊണ്ടിടും, നൈറ്റ് എടുക്കണം, ഫോൺ എടുക്കണം. എനിക്ക് തോന്നുന്നു നൈറ്റ് കൊണ്ടിടും. നമ്മുടെ ഒരു പീസ് പോയെന്ന് തോന്നുന്നു. പോയി. നമ്മൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യരുത് ഒരിക്കലും. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാം, കിങ് സൈഡ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, വീക്കാക്കുക. ഫോണിൻ്റെ ഫോൺ എടുത്തില്ല.
ഫോഴ്സിങ് മൂവിലുണ്ടാവോ? ഫോഴ്സിങ് മൂവ് ഉണ്ടോ? കൂടെ മീറ്റിങ്ങോട്ട് വരിക. ആവശ്യം എന്ത് ചെയ്യാം? ഈ സേവ് പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ഇവിടെ നമ്മൾ ഡബിൾ അറ്റാക്ക് ഇത് വന്നു. അതിലെ പീസ് നമുക്ക് കിട്ടുക. നമുക്ക് ആ പീസ് ചെക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ വെച്ചു. ക്യൂവിനെ റിട്രീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകത്തില്ല. ഇത് വേണമെങ്കിൽ കിട്ടും. നമുക്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ട ഗ്രൂപ്പ് ഇടുന്ന ടെമ്പോ അറ്റാക്ക്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് പോരുന്നത്. നമുക്ക് എക്സ്ട്രാ പീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാം. മാത്രമല്ല ഇങ്ങനെ ഗ്രൂപ്പിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാം. ഒന്നും എനിക്ക് ഇത് ചെക്ക് ചെറിയൊരു ക്യൂവിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതാ ബെസ്റ്റ്. കൊണ്ടെടുത്താൽ ചെക്ക് മേറ്റ്. ക്യൂവിനെ തിരിച്ച് F1 കൊണ്ടുവരും. മാത്രം രക്ഷപ്പെടാം. ചെക്ക്മേറ്റ്. ക്യൂവിന് വെച്ച് ബ്ലോക്ക് ചെയ്യുക. നമുക്ക് ഈ വീഡിയോ ഇടാൻ നിർത്താം. തോന്നുന്നു നമുക്ക് വീണ്ടും വൈറ്റ് പീസാണ് കിട്ടിയത്.
ബാഡാസ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. പെട്രോൾ ഡിഫൻസ് ഇതൊരു കളിയാണ്, ട്രിക്കുണ്ട്. ഇത് കറക്റ്റായിട്ട് വർക്കാവുകയാണെങ്കിൽ അവർ ഈ നൈറ്റിനെ എടുത്താലാണ് പ്രശ്നം. ക്യൂവിനെ ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റ് എടുത്തില്ല. ഫോണിന് ഇനി അവർക്ക് എടുക്കാം. നമ്മൾ ലീവ് ചെയ്യുന്ന ഫോണിന് മൊത്തം പിന്നെ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി കളിക്കും. ട്രൈ ചെയ്യാം. നെക്സ്റ്റ് പിൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു കിങ് സൈഡ് വീക്കായി തുടങ്ങി. നൈറ്റിനെ ഒന്നുകൂടെ അറ്റാക്ക് ചെയ്യാം. പിന്നെ സ്ക്യൂറാണ്, അതിന് ഒരു സ്ക്യൂർ ചെയ്യാം. വേണേ എടുക്കായിരുന്നു. ഫോൺ കൊണ്ട് എടുക്കണം. അടുത്ത പീസ് പോയി. വളരെ ശ്രദ്ധിക്കണമെന്നുണ്ടോ രണ്ടും. ഈ ബിഷപ്പ് കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ റൂട്ട് കൊണ്ട് എടുത്തിട്ട് ബിഷപ്പും പോകും. ഇനി വേണം എടുക്കുക. ഇനിയും എടുക്കാൻ പറ്റുക. ചിപ്പ് മീറ്റ് ഇടാൻ വല്ല വഴിയുണ്ടോ? വൺ ബ്ലോക്ക് ചെയ്ത് നമുക്ക് പോകണം എടുക്കാം. ഇതാണ് ആവശ്യം. മൈക്രാങ്കിലോട്ട് ഇറങ്ങി അതുപോലെ വർക്ക് വരുന്നുണ്ട്. കിങ് ക്യൂൻ ഫോർ
അങ്ങനെ നമ്മൾ 799 എത്തി. നമുക്ക് ഇതോടെ ഈ വീഡിയോ വൈൻഡ് ചെയ്യാൻ തോന്നുന്നു. വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.